കോഴിക്കോട് ഫറോക്ക് ചുങ്കത്ത് വാഹന അപകടത്തിൽ 14 പേർക്ക് പരുക്ക്. 4 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരുക്കേറ്റവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നിന്ന് ലിജോ വർഗീസ് ഉണ്ട്. ലിജോ, ഇതിപ്പോൾ രണ്ടാമത്തെ അപകടമാണ് ഇന്ന് നേരം പുലർന്നതിന് ശേഷം വരുന്ന എത്തരത്തിലാണ് അപകടമുണ്ടായത്? ഈ പരുക്കേറ്റവരുടെ ആരോഗ്യനില അതെങ്ങനെയാണ്? ദിശയിൽ വന്ന 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. രാവിലെ 6 മണിയോടുകൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരികയായിരുന്നു, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സും അതോടൊപ്പം തന്നെ മലപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്ക് വരികയായിരുന്ന KSRTC ബസ്സും സമാനമായി ഒരേ ദിശയിൽ പോവുകയായിരുന്ന ടിപ്പർ ലോറിയും ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. ഇതിൽ അപകടത്തിൽ ബസിന്റെയും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. മറ്റു വാഹനങ്ങൾക്കും വലിയ കേടുപാടുണ്ടായിട്ടുണ്ട്. 14 പേർക്കാണ് പരിക്കേറ്റത്. ഈ 14 പേരെയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. എങ്കിലും അമിത വേഗതയായിരുന്നു ഈ അപകടത്തിന് കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനങ്ങൾ പൂർണ്ണമായും ഈ വഴിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, ലിജോ വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.